അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഭിന്നസംഖ്യയെ എങ്ങനെ ദശാംശ സംഖ്യയാക്കാം, അതായത് ഫ്രാക്ഷനെ എങ്ങനെ ഡെസിമലാക്കാം എന്ന് നാം പഠിച്ചു അല്ലേ. അതേപോലെ തിരിച്ചും ഒരു ദശാംശ സംഖ്യയെ എങ്ങനെ ഭിന്നസംഖ്യയാക്കാം, അതായത് ഡെസിമലിനെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം എന്നും പഠിച്ചു കഴിഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ ഒരു സംഖ്യ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, അതായത് പിരിച്ചെഴുതാം എന്നുള്ളതും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ നമ്മൾ 6ാം ക്ലാസ്സിൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ. 6ാം ക്ലാസ്സിൽ ഈ ദശാംശ രീതിയിലുള്ള അളവുകൾ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കൂട്ടുക, അതെങ്ങനെയാണ് കുറക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 6ാം ക്ലാസ്സിൽ ഓർമ്മയില്ല എല്ലാവർക്കും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ത്രികോണം, ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം ഇപ്പോൾ ഇത് 5 മീറ്റർ, ഈ വശത്തിന്റെ നീളം 4.4 മീറ്റർ, ഈ വശത്തിന്റെ നീളം 3.26 മീറ്റർ ആണെങ്കിൽ ഇതിന്റെ ചുറ്റളവ്, അതായത് പെരിമീറ്റർ എങ്ങനെയാണ് നാം കാണുക. നാം 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ, അതായത് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും കൂടി കൂട്ടുന്ന നീളമാണ് ചുറ്റളവ് അല്ലേ. അപ്പോൾ ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രികോണത്തിന്റെ 3 വശങ്ങളും കൂടി കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടും, അഥവാ ചുറ്റളവ് കിട്ടും. അപ്പോൾ നമുക്ക് ചുറ്റളവ്, അതായത് പെരിമീറ്റർ എന്ന് പറയും, ഈ 4ഉം കൂടി കൂട്ടിയാൽ മതി അല്ലേ. അതായത് 3.26 പ്ലസ് 4.4 പ്ലസ് 5 അല്ലേ. അപ്പോൾ നമുക്കറിയാം വൺസിൻ്റെ അടിയിൽ വൺസ് എഴുതണം, ടെൻസിൻ്റെ ഉണ്ടെങ്കിൽ ടെൻസിൻ്റെ അടിയിൽ തന്നെ ടെൻസ് എഴുതണം അല്ലേ. പോയിന്റ് ഉണ്ടെങ്കിൽ പോയിന്റിൻ്റെ അടിയിൽ തന്നെ പോയിന്റ് വരണം. ഇതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൂട്ടുമ്പോഴും കുറക്കുമ്പോഴൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ എഴുതി, ഇവിടെ വൺസിൻ്റെ അടിയിൽ നമ്മൾ വൺസ് എഴുതി അല്ലേ, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് ഒറ്റ എഴുതി അല്ലേ, അടിയിൽ എഴുതി. ഇനി നമ്മൾ സാധാരണ കൂട്ടുന്ന പോലെ നമ്മൾ കൂട്ടും. അപ്പോൾ ഇവിടെ 6, 4ഉം 2ഉം 6, പോയിന്റ് 5ഉം 4ഉം 9ഉം 3ഉം 12. അപ്പോൾ നമുക്കിതിൻ്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ കിട്ടി 12.66 മീറ്റർ. എല്ലാ അളവും മീറ്റർ തന്നതുകൊണ്ട് നാം മീറ്റർ എന്നെഴുതി. അപ്പോൾ ഇത് നമുക്കറിയാം അല്ലേ. ഇനി ഞാനിവിടെ മറ്റൊരു ത്രികോണം വരയ്ക്കാൻ പോവാണ്. 3 വശങ്ങളും ഈക്വലായ ഒരു ത്രികോണമാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. 3 വശവും ഈക്വൽ. നാം ഇതിനെ സമഭുജ ത്രികോണം എന്ന് പറയും അല്ലേ, അതായത് ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 4.25 മീറ്റർ, ഇതിൻ്റെ നീളവും 4.25 മീറ്റർ, ഇതിൻ്റെ നീളവും 4.25 മീറ്റർ. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് നാം എങ്ങനെ കാണാം? ഇതേ രീതിയിൽ തന്നെ അല്ലേ. 3 നീളവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവ് കിട്ടും. അപ്പോൾ ഞാൻ കൂട്ടാൻ പോണ് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ത് വരും? 4.25 പ്ലസ് 4.25 പ്ലസ് 4.25 അല്ലേ. നമുക്ക് കൂട്ടി നോക്കാം. 5, 10, 15, ബാക്കി 1, 1, 2, 3, 2, 5, 2, 7, 4, 4, 8, 4, 12. അപ്പോൾ നമുക്ക് കിട്ടി 12.75 മീറ്റർ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിയ 3 അളവും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ അടിയിലിട്ട് കൂട്ടുന്നതിന് പകരം വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? അതായത് ഇവിടെ നോക്കിയാൽ 4.25, 4.25, 4.25 അല്ലേ. 3 4.25 ഉണ്ട്. അപ്പോൾ 4.25 3 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 4.25 എത്ര ഉണ്ട്? 3 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 4.25നെ 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അതായത് നാം ഇവിടെ പഠിക്കുന്ന എന്താണ്? മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ മടങ്ങ്. അപ്പോൾ 4.25ന്റെ 3 മടങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടണം, വേണ്ടേ? വേണം. പക്ഷെ എന്താണ് ഇവിടെ ഒരു കുഴപ്പം? ഇവിടെ 4.25 നമുക്ക് 425നെ 3 കൊണ്ട് ഗുണിക്കാൻ അറിയാം അല്ലേ. പക്ഷേ ഇവിടെ പോയിന്റ് വന്നാൽ 4.25 വന്നാൽ എങ്ങനെയാണ് ഗുണിക്കുക? കൂട്ടലും കുറക്കലൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഗുണിക്കൽ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ് ഗുണിക്കുക നമ്മൾ? അപ്പോൾ ആദ്യം ഈ ദശാംശ സംഖ്യ, അതായത് 4.25 എന്ത് ചെയ്യണം? അതിനെ നാം ഭിന്നസംഖ്യയിലേക്ക് മാറ്റാം, അതായത് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. മനസ്സിലായില്ലേ? അപ്പോൾ അതായത് നോക്കിയാൽ ശ്രദ്ധിക്കുക. 4.25നെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കാന്ന് പഠിച്ചു അല്ലേ, ഭിന്നസംഖ്യ ആക്കാന്ന് പഠിച്ചു. എങ്ങനെയാണ് ആക്കുക? പോയിന്റ് കളഞ്ഞിട്ട് ആദ്യം എഴുതും 425. അതിനെ എത്ര കൊണ്ട് ഹരിക്കേണ്ടി വരും? ഇവിടെ നോക്കിയേ,
ദശാംശ സ്ഥാനത്ത് എത്ര അക്കമുണ്ട്? 2 അക്കമുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് വേണം? 2 പൂജ്യം വേണം. അപ്പോൾ അതായത് 100 കൊണ്ട് നാം ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നാം എന്തിലേക്ക് മാറ്റി? ഫ്രാക്ഷനിലേക്ക്, ഭിന്നസംഖ്യയിലേക്ക് മാറ്റി അല്ലേ? അപ്പോൾ 4.25 നമ്മൾ ഇങ്ങനെ മാറ്റി. ഇനി എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? 3 കൊണ്ട് ഗുണിക്കണം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് 425 3 കൊണ്ട് ഗുണിക്കാൻ അറിയാലോ? അറിയാം അല്ലേ? എങ്ങനെയാണ് ഗുണിക്കുക? 425 ഇൻറ്റു 3 അല്ലേ? 3 × 5 15, ബാക്കി 1, 2 × 3 6, 1 7, 4 × 3 12. അപ്പോൾ നമുക്ക് കിട്ടി 1275 കിട്ടി. ഏത് തമ്മിൽ ഗുണിച്ചപ്പോൾ? 425 3 തമ്മിൽ ഗുണിച്ചപ്പോൾ 1275 കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് ഈ കിട്ടു 1275. ഇനി അടിയിൽ എന്തുണ്ട്? ബൈ 100 അല്ലേ? 100 നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഇവ തമ്മിലാണ് ഗുണിച്ചത് അല്ലേ? 425 3 തമ്മിലാണ് നാം ഗുണിച്ചത്. അതിൻ്റെ ഉത്തരമാണ് 1275. ഇനി ബൈ 100. 100 കൊണ്ട് ഹരിക്കുന്നവരെ നാം എന്ത് ചെയ്താൽ മതി? നമുക്കറിയാലോ 2 പൂജ്യം അല്ലേ? അപ്പോൾ 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ എത്ര വരും? 12.75 യൂണിറ്റ് മീറ്റർ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിങ്ങനെ അടിയിലിട്ട് കൂട്ടുന്നതിന് പരന്ത് ചെയ്തു 4.25 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് ഗുണിക്കാൻ എന്ത് വേണം? 4.25 നാം എന്തിലേക്ക് മാറ്റി? ഭിന്നസംഖ്യയിലേക്ക് മാറ്റി. എന്നിട്ട് മുകളിലുള്ളത് തമ്മിൽ ഗുണിച്ചു. എന്നിട്ട് അവസാനം 100 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്കൊരു ദശാംശ സംഖ്യയുടെ, അതായത് ഒരു ഡെസിമൽ നമ്പറിൻ്റെ മടങ്ങുകൾ, മൾട്ടിപ്പിൾസ് കാണാൻ ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഇനി 3 മടങ്ങ് 5 മടങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ 10 മടങ്ങാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ രൂപത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? അപ്പം ഞാൻ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 73 എടുക്കുക. അതിലൊരു 3-4 ചോദ്യങ്ങളുണ്ട്. അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ എല്ലാം റെഡി ആണല്ലോ? ഓക്കെ, അപ്പം എന്നാൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇവിടെ നമുക്കൊരു പടം തന്നിട്ടുണ്ട്. എന്തിൻ്റെ പടമാണത്? ഒരു പെൻറ്റഗൺ അല്ലേ? ഒരു റെഗുലർ പെൻറ്റഗൺ. റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമ പഞ്ചഭുജം അല്ലേ? പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ 5 വശങ്ങൾ, അതാണ് പെൻറ്റഗൺ. 5 വശങ്ങൾ ഉണ്ടായിരിക്കും. സമ പഞ്ചഭുജം എന്ന് പറഞ്ഞാലോ ഈ 5 സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അത് ഈക്വൽ ആയിരിക്കും, തുല്യ നീളം ഉള്ളവ ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഒരു വശത്തിൻ്റെ ഒരു സൈഡിൻ്റെ നീളം തന്ന് 2.35. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഇതിൻ്റെ ചുറ്റളവ്, അതായത് പെരിമീറ്റർ കണ്ടുപിടിക്കണം. നാം നേരത്തെ ചെയ്തല്ലോ ത്രികോണത്തിൻ്റെ അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് 5 വശങ്ങളുണ്ട്. അപ്പോൾ 5 വശങ്ങളുടെ നീളം കൂടി കൂട്ടണം അല്ലേ? അതിന് പകരം നാം എന്ത് ചെയ്താൽ മതി? ഒരു വശത്തിൻ്റെ നീളത്തെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അതാണ് നാം നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എഴുതാം പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. എങ്ങനെ നമ്മൾ കാണാം? ഇവിടെ 5 വശങ്ങളുണ്ട് അല്ലേ? ഒരു വശത്തിൻ്റെ നീളം 2.35. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2.35 എന്തുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഗുണിക്കുക എന്നുള്ളതാണ്. അതാണ് നാം നേരത്തെ പറഞ്ഞത്. എങ്ങനെ ഗുണിക്കണം? ആദ്യം നമ്മൾ ഈ 2.35 എന്ത് ആക്കണം? ഫ്രാക്ഷൻ ആക്കണം, ഭിന്നസംഖ്യ ആക്കണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ പോയിന്റ് കളഞ്ഞ് ആദ്യം എഴുതാം. അപ്പോൾ 235. ഇനി ബൈ ഡെസിമൽ പാർട്ടിൽ ദശാംശ ഭാഗത്ത് എത്ര ഉണ്ട്? 2 അക്കങ്ങളാണുള്ളത് അല്ലേ? 3 5. അപ്പോൾ 2 അക്കങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 2 പൂജ്യം വേണം അടിയിൽ, അതായത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ 2.35 ഇങ്ങനെ എഴുതി. ഇനി ബാക്കി എന്തുണ്ട്? ഇൻറ്റു 5. മനസ്സിലായില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? 235 ഇൻറ്റു 5 അത് നമുക്ക് ചെയ്യാനറിയാം അല്ലേ? അപ്പോൾ വേഗം ഒന്ന് ചെയ്ത് 235 ഇൻറ്റു 5. 5 × 5 25, ബാക്കി 2, 5 × 3 15, 2 17, 7, ബാക്കി 1, 5 × 2 13, 11. അപ്പോൾ നാം ഇവ തമ്മിൽ 235 5 തമ്മിൽ ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 1175 കിട്ടി അല്ലേ? അപ്പോൾ അത് ഗുണിച്ചു കഴിഞ്ഞു. ഇനി അടിയിൽ എന്താ ഉള്ളത്? ബൈ 100. ഇനി ഒരു സംഖ്യ 100 കൊണ്ട് ഹരിക്കുന്നതിന് പരാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇടത്തോട്ട് 2 പോയിന്റ് നീക്കിട്ടാൽ മതി അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 2, അതായത് 11.75. അപ്പോൾ 100 കൊണ്ട് ഹരിച്ചു. പെരിമീറ്റർ ആണ്. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? ഇവിടെ മീറ്ററിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ മീറ്റർ. സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളതെങ്കിൽ സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തുകൂടെ?
ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം അടുത്ത കണക്ക് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതെന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. എ കിഡ് നീഡ്സ് 1.45 meters ഓഫ് ക്ലോത്ത് ഫോർ എ ഷർട്ട്. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ഈസ് നീഡഡ് ഫോർ ഷർട്ട്? അല്ലേ, അതായത് ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് ഷർട്ട് തുന്നിക്കാൻ വേണ്ടി തയ്ക്കാൻ വേണ്ടി എത്ര മീറ്റർ തുണി വേണം? 1.45 മീറ്റർ തുണി വേണം. അങ്ങനെയാണെങ്കിൽ 4 ഷർട്ടുകൾ തുന്നാൻ എത്ര മീറ്റർ തുണി വേണം? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്താണ് കാണുന്നത്? മൾട്ടിപ്പിൾസ് അല്ലേ, മടങ്ങുകൾ. ഇവിടെയൊക്കെ ഇതിൻ്റെ ഒരു വശത്തിൻ്റെ 5 മടങ്ങ്, ഇനി ഷർട്ടിൻ്റെ തുണിയുടെ അതിൻ്റെ എത്ര 4 മടങ്ങ്. കണ്ടോ? അപ്പം മടങ്ങുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ ഭാഗത്ത് ഈ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യം എഴുതാം. എന്താണ്? ഒരു ഷർട്ട് തയ്ക്കാൻ ആവശ്യമായ തുണി എത്ര വേണം? 1.45 മീറ്റർ. അപ്പോൾ ക്ലോത്ത് നീഡഡ് ഫോർ എ ഷർട്ട്, ഒരു ഷർട്ടിന് ആവശ്യമായ തുണി എത്ര വേണം? ഒരു ഷർട്ടിന് എത്ര തുണി വേണം? 1.45 മീറ്റർ അല്ലേ. ഇത്ര തുണിയാണ് നമുക്ക് ഒരു ഷർട്ടിന് വേണ്ടത്. ഇനി 4 ഷർട്ടിന് ആവശ്യമായ തുണി അല്ലേ. ക്ലോത്ത് നീഡഡ് ഫോർ ഷർട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഷർട്ടിന് ആവശ്യമായ തുണി 1.45, അങ്ങനെയാണെങ്കിൽ 4 ഷർട്ടിന് ആവശ്യമായ തുണി നാം എന്ത് ചെയ്യണം? ഒരു ഷർട്ടിന് 1.45 മീറ്റർ വേണം. അങ്ങനെ എത്ര ഷർട്ട് അടിക്കണം നമുക്ക്? 4 ഷർട്ട്. അപ്പോൾ നമുക്ക് ഇനി ഗുണിച്ച് നോക്കാം. അപ്പോൾ ഗുണിക്കണമെങ്കിൽ എന്താ ചെയ്തത്? സ്റ്റെപ്പുകളൊക്കെ ഓർമ്മയില്ലേ? ആദ്യം നാം എന്ത് ചെയ്യണം? 1.45നെ ഫ്രാക്ഷൻ ആക്കണം അല്ലേ, ഭിന്നസംഖ്യ ആക്കണം. അപ്പോൾ എന്ത് വേണം? പോയിന്റ് കളഞ്ഞിട്ട് 145 ബൈ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇവിടെ 2 അക്കണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് അല്ലേ. അപ്പം 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഇൻറ്റു എത്രയാണുള്ളത്? 4. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ 145ഉം 4ഉം തമ്മിൽ ഗുണിക്കുക അല്ലേ. അപ്പോൾ ഗുണിച്ചോളൂ. 145 ഇൻറ്റു 4, 14 20 0, ബാക്കി 2, 4 × 4 16, 16ഉം 2ഉം 18, 8, ബാക്കി 1, 1 × 4, 4ഉം 1ഉം 5. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. 145ഉം 4ഉം തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 580 കിട്ടി. ഇനി എന്താണ് അടിയിലുള്ളത്? ബൈ 100. ഇനി നാം എന്ത് വേണം? 580നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് വേണം? 2 0 ആണ്. അപ്പോൾ 2 സ്ഥാനം നീക്കിയിട്ട് കുത്തിടുക അല്ല, പോയിന്റ് ഇടുക. അതായത് 5.8. അപ്പോൾ 5.8 മീറ്റർ തുണി വേണം. എന്തിന്? 4 പേർക്ക് അല്ലെങ്കിൽ 4 ഷർട്ട് തുന്നിക്കാൻ. അത് മനസ്സിലായില്ലേ? അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ശരിക്കും ഓർമ്മയിൽ വെക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം? എ ബാഗ് ഹോൾഡ്സ് 4.75 kilograms ഓഫ് റൈസ്. ഹൗ മച്ച് റൈസ് ക്യാൻ 8 സച്ച് ബാഗ്സ് ഹോൾഡ്? അതായത് ഒരു സഞ്ചി, ആ സഞ്ചിയിൽ 4.75 കിലോഗ്രാം അരി കൊള്ളും. ആ അളവിലുള്ള 8 സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി കൊള്ളും? ഇതാണ് ചോദ്യം. അപ്പോൾ ഒരു സഞ്ചിയിൽ 4.75, അപ്പോൾ 8 സഞ്ചിയില 4.75 × 8, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം ഒരു സഞ്ചിയിൽ നിറക്കാവുന്ന അരി. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് റൈസ് ദാറ്റ് 1 ബാഗ് ക്യാൻ ഹോൾഡ്, അതായത് ഒരു സഞ്ചിയിൽ കൊള്ളാവുന്ന അല്ലെങ്കിൽ നിറക്കാവുന്ന അരി എത്രയാണ്? 4.75 കിലോഗ്രാം. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ 8 സഞ്ചിയിൽ നിറക്കാവുന്ന അരി അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് റൈസ് ദാറ്റ് 8 ബാഗ്സ് ക്യാൻ ഹോൾഡ്, അതായത് 8 സഞ്ചികളിൽ നിറയ്ക്കാവുന്ന അരി. അപ്പോൾ ഒരു സഞ്ചിയിൽ എത്ര അരി നിറയ്ക്കാം? 4.75 കിലോഗ്രാം അരി നിറയ്ക്കാം. അങ്ങനെയാണെങ്കിൽ 8 സഞ്ചിയില ഇൻറ്റു 8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ ഭിന്നസംഖ്യയാക്കുക. അപ്പോൾ 475 പോയിന്റ് കളഞ്ഞിട്ട് എഴുതാം. ബൈ ഇനി എന്ത് വേണം? ഇവിടെ 2 സ്ഥാനമുണ്ട് ഡെസിമൽ ഭാഗത്ത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 0 ഇൻറ്റു ഈ 8 അല്ലേ, 8. ഇനി എന്ത് വേണം? നമ്മൾ ആദ്യം മുകളിലുള്ളത് ഗുണിക്കുക. അപ്പോൾ 475 ഇൻറ്റു 8 ഗുണിച്ച് നോക്കിയേ. 475 ഇൻറ്റു 8. അപ്പോൾ 8 5 40, ബാക്കി 4, 7 8 56 അല്ലേ. 56 4 60, ബാക്കി 6, 4 × 8 32, 32 6 38. അപ്പോൾ നമുക്ക് 475ഉം 8ഉം തമ്മിൽ ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 3800 കിട്ടി.
അപ്പോൾ 3800. ഇനി ബൈ അടിയിൽ എന്തുണ്ട് 100 അല്ലേ, 100 അടിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണം, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ നിന്ന് 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. അപ്പോൾ എത്ര വരും, ഇതും കഴിഞ്ഞ് ഇവിടെയാണ് പോയിന്റ് വരും അല്ലേ. അതായത് 38.00 എന്ന് വരും. അപ്പോൾ പോയിന്റുകൾ കഴിഞ്ഞിട്ട് 00 വന്നാൽ അതിന് വാല്യൂ ഇല്ല അല്ലേ, വിലയില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഈക്വൽ ടു 38 കിലോ. അപ്പോൾ 8 ബാഗിൽ എത്ര അരി കൊള്ളും, 38 കിലോഗ്രാം അരി കൊള്ളും. അത് മനസ്സിലാവണില്ലേ? ഇനി നമുക്കതിൽ ഒരു ചോദ്യം കൂടി ഉണ്ട് അല്ലേ, അതും കൂടി ഒന്ന് ചെയ്യാം. എന്താണ് 4ാമത്തെ ചോദ്യം? എ വെസൽ ഫുൾ ഓഫ് ഓയിൽ വാസ് യൂസ്ഡ് ടു ഫിൽ ഇൻ 6 ബോട്ടിൽസ്. ഈച്ച് ബോട്ടിൽ ഹോൾഡ്സ് 0.75 ലിറ്റർ. ഹൗ മച്ച് ഓയിൽ വാസ് ദയർ ഇൻ ദി വെസൽ? ഇതാണ് ചോദ്യം. അതായത് ഒരു വലിയ പാത്രത്തിൽ വെളിച്ചെണ്ണ ഉണ്ട്, ആ വെളിച്ചെണ്ണ 6 കുപ്പികളിലായിട്ട് നിറച്ചു. ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം. 6 കുപ്പികളിലായിട്ട് ആ വെളിച്ചെണ്ണ നിറച്ചു. ഇനി ഒരു കുപ്പിയിൽ 0.75 ലിറ്റർ വെളിച്ചെണ്ണ കൊള്ളും. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ലിറ്റർ വെളിച്ചെണ്ണ ആ പാത്രത്തിൽ ഉണ്ടായിരുന്നു? ചോദ്യം മനസ്സിലായില്ലേ? ഇപ്പം ഇതൊരു വലിയ പാത്രമാണെന്ന് വിചാരിക്കുക. ഈ വലിയ പാത്രത്തിൽ എന്താണ്, ഫുള്ളും ഓയിലാണ്, വെളിച്ചെണ്ണയാണ് ഉള്ളത്. മനസ്സിലായില്ലേ? ഇത് ഫുള്ള് വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ എന്ത് ചെയ്തു, ചെറിയ 6 ബോട്ടിലേക്ക് നിറച്ചു. ഇപ്പോൾ അതെ, ഇതൊരു കുപ്പി, ഒരേ അളവുള്ള കുപ്പിയാണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ വരക്കുന്ന പോലത്തെ ഒരു ഭാഗം കൂടി അങ്ങനത്തെ കുപ്പിയല്ല. ഇത് ഞാൻ വരക്കുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പി ചൂട് പിടിച്ച പോലെ ഇല്ല, ചൂട്ടത്ത് പ്ലാസ്റ്റിക് കുപ്പി വെച്ച് എങ്ങനെ ഉണ്ടാവില്ലേ, അതെങ്ങനെയാലാക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരയ്ക്കണാണിത്. ഇപ്പോൾ ഇത് 6 കുപ്പികളായില്ലേ. ഈ കുപ്പികളിൽ ഈ വെളിച്ചെണ്ണ മുഴുവൻ അങ്ങോട്ട് നിറച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര വെളിച്ചെണ്ണ ഉണ്ടാവും എന്നാണ് ചോദ്യം. ഇതിൽ ഒരു ചെറിയ കുപ്പിയിൽ എത്ര വെളിച്ചെണ്ണ കൊള്ളും, 0.75 ലിറ്റർ അല്ലേ. ഇത്ര വെളിച്ചെണ്ണ ആണ് ഒരു ബോട്ടിൽ കൊള്ളാം. അപ്പോൾ നമുക്ക് ഇതിനെ 6 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത്, 6 ബോട്ടിൽ എത്ര വെളിച്ചെണ്ണ കൊള്ളുമെന്ന് കിട്ടും അല്ലേ, കിട്ടും. അപ്പോൾ ഒരു ബോട്ടിൽ ഇത്ര, അപ്പോൾ 6 ബോട്ടിൽ നമുക്ക് 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. ആ വെളിച്ചെണ്ണ തന്നെ അല്ലേ ഇതിലുണ്ടാവുക അല്ലേ, ഇതിലെ ഫുള്ള് വെളിച്ചെണ്ണയാണ് ഇതിൽ ഒഴിച്ചത്. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണയുടെ അളവ് കിട്ടും. ഈ വെളിച്ചെണ്ണയുടെ അളവ് തന്നെയാണ് ഈ വലിയ പാത്രത്തിലെ വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ ചെയ്യാറുള്ള പോലത്തെ ചോദ്യം തന്നെയാണ്, പക്ഷേ ചോദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞാനിവിടെ ചെറിയൊരു പടം ഒന്ന് വരച്ചു വെച്ചത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഒരു കുപ്പിയിൽ കൊള്ളാവുന്ന വെളിച്ചെണ്ണ അല്ലേ. അപ്പോൾ ഓയിൽ ദാറ്റ് 1 ബോട്ടിൽ ക്യാൻ ഹോൾഡ്, അതായത് ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെളിച്ചെണ്ണ എത്രയാണ്? ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെളിച്ചെണ്ണ 0.75 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 6 കുപ്പികളിൽ കൊള്ളുന്ന വെളിച്ചെണ്ണ അല്ലേ. ഓയിൽ ദാറ്റ് 6 ബോട്ടിൽ ക്യാൻ ഹോൾഡ്, അതായത് 6 കുപ്പികളിൽ കൊള്ളുന്ന വെളിച്ചെണ്ണ എത്ര വരും? ഇതിനെ നാം എന്ത് വേണം, 6 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ 0.75 ഇൻറ്റു 6. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം, ആദ്യം ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതണം അല്ലേ. അപ്പോൾ എന്ത് വേണം, ആദ്യം പോയിന്റ് കളയാം. പോയിന്റ് കളഞ്ഞാൽ ബാക്കി എന്ത് വരും, 75 അല്ലേ. 0 എഴുതണ്ട, 0ത്തിന് ഇങ്ങോട്ട് വാല്യൂ ഇല്ല. അപ്പോൾ 75 ബൈ, ഇവിടെ എത്ര സ്ഥാനമുണ്ട് ഡെസിമൽ സ്ഥാനത്ത്? 2 എണ്ണം അല്ലേ, 2 അക്കങ്ങളുണ്ട്. അപ്പോൾ 1, 2, അപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിനെ നാം ഇങ്ങനെ മാറ്റി. ഇനി എന്താണ് ഇവിടെ ഉള്ളത്, 6. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്, 75 6 തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 75 ഇൻറ്റു 6. അപ്പോൾ 6 ഇൻറ്റു 5 30, 3 ബാക്കി 3, 7 ഇൻറ്റു 6 42, 42 3 45. അപ്പോൾ നമുക്ക് കിട്ടി 450 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇവ തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് 450 എന്ന് കിട്ടി. ഇനി ബൈ അടിയിൽ എന്തുണ്ട്, അത് മറക്കരുത്, അടിയിലൊരു 100 ഉണ്ട്. ഇനി നമുക്ക് 450 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിനെന്ത് ചെയ്താൽ മതി, 2 0ആണ്. അപ്പോൾ 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടാം. സീക്വൽ ടു 4.50 അല്ലേ. 50 ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ 4.5. ഇനി 0 വേണമെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട, 0 ഇട്ടോ. അപ്പോൾ നമുക്ക് 6 കുപ്പികളിൽ കൊള്ളുന്ന വെളിച്ചെണ്ണയാണ് 4.5 അല്ലേ. ആ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മുടെ ഈ പാത്രത്തിലും കൊള്ളുക അല്ലേ. പാത്രത്തിലെ വെളിച്ചെണ്ണയാണ് ഇതിൽ കുഴിച്ചത്, മുഴുവൻ വെളിച്ചെണ്ണയാണ് ഇതിൽ കുഴിച്ചത്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, ഓയിൽ ഇൻ ദി വെസൽ, അതായത്
പാത്രത്തിലെ വെളിച്ചെണ്ണ അല്ലേ? പാത്രത്തിൽ വെളിച്ചെണ്ണ എത്ര വരും? 4.5 അല്ലേ? യൂണിറ്റ് എന്താണ്? ലിറ്ററിലാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പം ലിറ്റർ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ തെറ്റിക്കൂലല്ലോ, ഉറപ്പല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലം വിളിച്ച് നമുക്ക് നിർത്താം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ